ഈ പ്രഭാതത്തിൽ അങ്ങനെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങനെ കൃപയും മഹത്വം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, അങ്ങയെ അറിയിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത്. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ അറിയിക്കാത്ത ഒരു കാര്യം പോലും ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ അങ്ങയോടുള്ള സാന്നിധ്യത്തിൻ്റെ അവബോധത്തിൽ എപ്പോഴും ജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ അങ്ങ് പ്രത്യേകമായി അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വരുമാന മാർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ കർത്താവ്, എന്തെങ്കിലും ഉദ്യമങ്ങൾ തടസ്സം വന്ന് തടഞ്ഞു നിൽക്കുകയാണ്. ചില വ്യക്തികൾ വട്ടം ചവിട്ടിയിരിക്കുന്ന കാരണം തടഞ്ഞിരിക്കുന്നു. ചില നിയമങ്ങൾ എതിര് നിൽക്കുന്ന കാരണം തടഞ്ഞിരിക്കുന്നു. സാമ്പത്തിക ബാധ്യത ഉള്ളത് കാരണം തടഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളുടെയും മെരിറ്റുകൾ നഷ്ടപ്പെടുകയും അത് നോട്ട് ബൈ മെരിറ്റ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുന്നവരുടെ മേൽ അവിടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി പരിശുദ്ധയുടെ മാധ്യം സ്നേഹിപ്പിക്കുന്നു. വേവലാതികളും വ്യാകുലങ്ങളും, മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ, ജീവിത പങ്കാളിയെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ, അവരുടെ വേകുലങ്ങളെ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പലവട്ടം പ്രാർത്ഥിച്ചിട്ടും ആ മേഖലയിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ പ്രാർത്ഥിക്കാതിരിക്കുന്ന വിഷയങ്ങളുണ്ട്. പ്രാർത്ഥിച്ച് പരിചയമില്ലാത്തതിൻ്റെ പേരിൽ ഒരു വിഷയം, പ്രാർത്ഥിക്കേണ്ട വിഷയം വന്നിട്ട് പോലും പ്രാർത്ഥിക്കാൻ ഒക്കാത്തവരുണ്ട്. അവരെല്ലാം ആധ്യാത്മിക ശുശ്രൂഷയിലേക്ക്, അനുദിന ആധ്യാത്മിക ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആണ്ടിലൊരിക്കൽ ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും, അനുദിനം ചെയ്യുന്നവരുണ്ടാവും. അനുനിമിഷം ചെയ്യുന്നവരിലേക്ക് വളർന്നു വരാൻ വേണ്ടി പ്രത്യേകം നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ നിങ്ങളുടെ ഇന്നത്തെ യാത്രാ ലക്ഷ്യങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ, വസ്തു വിൽക്കാത്ത അവസ്ഥകൾ, വസ്തുക്ക് ജപ്തി നടപടി ഉണ്ടാകുന്ന അവസ്ഥകൾ, ചില കാര്യങ്ങൾ കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അത് കടം കൊടുത്തിട്ട് അത് കൊടുത്ത് വീട്ടിയിട്ട് പുതിയ ഒരു കാര്യം തുടങ്ങാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുന്ന കുറേ ആലോചനകളുണ്ട്. കർത്താവേ, അത്തരം ആലോചനക്കാരെ എല്ലാം ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹാലോചന നടത്തുന്നവരുണ്ട്, വസ്തു ആലോചന നടത്തുന്നവരുണ്ട്, വിദ്യാഭ്യാസ ആലോചന നടത്തുന്നവരുണ്ട്. എല്ലാവരുടെയും ആലോചനകളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രേഖകൾ വീണ്ടെടുക്കാനും കണ്ടെടുക്കാനും വേണ്ടി കഷ്ടപ്പെടുന്നവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടം കൂടി ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. മറ്റുള്ള ഒറ്റപ്പെടുത്തൽ വല്ലാത്ത നിസ്സഹായ അവസ്ഥ അനുഭവിച്ചിട്ട് ആരും ഞങ്ങൾക്കില്ലെന്നുള്ള ഒറ്റപ്പെടുന്ന തോന്നലുണ്ട്. അവരെ പരിശുദ്ധാത്മാവ് നിറയുകയും പരിശുദ്ധാത്മാവ് അവരെ പ്രത്യേകം സന്ധിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എത്ര പ്രാർത്ഥന കേട്ടാലും എത്ര പ്രശ്നം കേട്ടാലും ഒരു അനക്കവും കുലുക്കവും ഇല്ലാതെ ഒന്നും സംഭവിച്ചിട്ട് തോന്നാത്ത രീതിയിൽ വളരെ സുവിശേഷപരമായ കാര്യങ്ങളോട് തുറവിയില്ലാത്തവരുടെ മനസ്സ് മരച്ചിരിക്കുന്ന ആൾക്കാരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ, അതിൻ്റെ പേരിൽ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ തോതിലുള്ള ബാധ്യതകളും ഭാരങ്ങളും കൂടുന്ന അവസ്ഥകൾ, ഒത്തിരി പേര് ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ലഘുവായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ട അവസ്ഥകൾ, അങ്ങനെ ഓരോ കുടുംബങ്ങളും വന്നുപെട്ടിട്ടുള്ള ദുർഘടാവസ്ഥകളെ പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയെ നീ ആശീർവദിക്കപ്പെടട്ടെ.